പക്ഷേ അതിനുശേഷം 10:30 യൂണിയൻ ഓഫീസിൽ നിന്ന് വെട്ടുകത്തിയെടുത്ത് വന്ന് VMA ഹാൾ എന്ന് പറഞ്ഞ ഹാളിന്റെ പൂട്ട് തല്ലി തകർത്ത് അതിനകത്ത് കയറി രാത്രി മുഴുവൻ നാടക പരിശീലനം എന്ന പേരിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ അതിനകത്ത് ചെലവഴിക്കുകയാണ് ചെയ്തത്. മൈക്കിലൂടെ അധ്യാപകരോട് വളരെ അസഭ്യമായ വർത്തമാനം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ഉണ്ടായ ചില സംഭവങ്ങളുടെ ഒരു വിശദീകരണം നൽകുക എന്നുള്ള ഒരു ദൗത്യം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഞങ്ങൾ കരുതുന്നു. അത് നിങ്ങളോട് മീഡിയ റെപ്രസെൻറ്റേറ്റീവ്സിനോട് പറയുക എന്നുള്ളതിലാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇന്നലത്തെ സംഭവത്തിന് പിറകിലേക്ക് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 28-ാം തീയതി, ജനുവരി മാസം 28-ാം തീയതി കോളേജ് അധികാരികളുടെ അനുവാദത്തെ ലംഘിച്ചുകൊണ്ട് 6:30 മണി വരെ ക്യാമ്പസിൽ പരിപാടികൾ പാടുള്ളൂ എന്ന് ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിരിക്കെ ആ തീരുമാനം പോലും കഴിഞ്ഞ വർഷം കുസാറ്റിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുണ്ടായ ചില വളരെ ശോചനീയമായ അല്ലെങ്കിൽ ശോകമായ സംഭവങ്ങൾക്ക് ശേഷം സർക്കാരിൻ്റെയും കോടതിയുടെയും ചില നിർദ്ദേശങ്ങളുടെ രാത്രി പരിപാടികൾ കോളേജിൽ പാടില്ല എന്ന് പറഞ്ഞിരിക്കെ മാനേജ്മെൻ്റ് ഒരു തീരുമാനം എടുത്തിരുന്നു. 6:30 മണി വരെ മാത്രമേ കോളേജിൽ പരിപാടികൾ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ കുട്ടികൾ അത് പറ്റില്ല, ഞങ്ങൾക്ക് രാത്രി പരിപാടി നടത്തണം എന്നുള്ള രീതിയിൽ ഒരു അപേക്ഷ പ്രിൻസിപ്പാളിന് കൊടുക്കുകയും പ്രിൻസിപ്പാൾ അത് വീണ്ടും നിരസിക്കുകയും ചെയ്തിട്ട് ഒരു ധിക്കാരപരമായ ഒരു നടപടി പോലെ അവർ ഞങ്ങൾ നടത്തിയിരിക്കുമെന്ന് പറയുകയും 28-ാം തീയതി ഒരു ഗസൽ സന്ധ്യ എന്നുള്ള രീതിയിൽ ഒരു പരിപാടി നടത്തുകയും ചെയ്തു. അത് 6:30 മണിക്ക് അവസാനിപ്പിക്കാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാതെ അന്നേ ദിവസം സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് അധികാരികളുടെ അല്ലെങ്കിൽ പോലീസുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി 7 മണിക്ക് അവരത് അവസാനിപ്പിക്കുകയും അതിനുശേഷം കോളേജിൻ്റെ ഓഡിറ്റോറിയം പൂട്ടി പുറത്തു പോകുന്നതിന് തൊട്ട് മുമ്പ് മൈക്കിലൂടെ അധ്യാപകരോട് വളരെ അസഭ്യമായ വർത്തമാനം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിയമത്തിൽ അനുശാസിക്കുന്ന രീതിയിലുള്ള കോളേജിലെ ഒരു അന്വേഷണ കമ്മിറ്റിയെ വയ്ക്കുകയും ആ അന്വേഷണ കമ്മിറ്റി അന്വേഷിച്ച് ഗുരുതരമായ അനുസരണക്കേട് കാണിച്ചു എന്ന് കണ്ട 3 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയും പിന്നാലെ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ അവരെ നിർബന്ധിത TC കൊടുത്ത് കോളേജിൽ നിന്നും പറഞ്ഞയക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. ആ തീരുമാനത്തിന് എതിരായിട്ട് ഇന്നലെ രാവിലെ കോളേജിൽ വന്ന പ്രിൻസിപ്പാളിൻ്റെയും അതുപോലെ തന്നെ ഓഫീസിൻ്റെയും റൂം അവർ താഴിട്ട് പൂട്ടുകയും പൂട്ടിയതിന് ശേഷം പുറത്ത് ബഹളം വയ്ക്കുകയും ചെയ്തപ്പോൾ പോലീസ് ഇടപെട്ട് ഓഫീസ് തുറന്നാണ് പ്രിൻസിപ്പാളും സ്റ്റാഫും അകത്ത് കയറിയത്. അവർ ഓഫീസ് ഉപരോധിക്കാൻ നടത്തിയത് വരാന്തയിലെല്ലാം തടിച്ചുകൂടിയിരുന്നു. പോലീസ് വിഭാഗത്തിൽ നിന്നുള്ള ധാരാളം പോലീസുകാർ സ്ഥലത്തുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് എത്ര മണിക്കാണ്? 4 മണി 5 മണിയായപ്പോൾ പ്രിൻസിപ്പാൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പോലീസിൻ്റെ വലയം ഭേദിച്ചുകൊണ്ട് പ്രിൻസിപ്പാളിൻ്റെ നേരെ കരിയോയിലെറിയുകയും അതിൻ്റെ ഒരു ഭാഗം പ്രിൻസിപ്പാളിൻ്റെ ശരീരത്തിലും വീണു. അങ്ങനെ വളരെ രൂക്ഷമായ ഒരു സിറ്റുവേഷനിലാണ് പ്രിൻസിപ്പാളിന് വീട്ടിൽ പോകാൻ പറ്റിയത്. പോലീസ് സംരക്ഷണയിൽ പ്രിൻസിപ്പാൾ വീട്ടിലേക്ക് പോവുകയുണ്ടായി. ഇതാണ് കോളേജിൽ നടന്നത്. ഇതിനെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ തരിക എന്നുള്ളതാണ് ഞങ്ങളൊരു പ്രസ് മീറ്റ് വിളിക്കാനുള്ള കാരണമുണ്ടായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വിവരം ഞാൻ ഒരു ചെറിയ കുറിപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഫർദർ വിശദീകരണം നടന്നത് നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങൾ പറഞ്ഞ പോലെ രാത്രിയിലെ പരിപാടി 1/2 മണിക്കൂർ നീണ്ടുപോയത് കൊണ്ടൊന്നുമല്ല. അതല്ലായിരുന്നു അവരുടെ യഥാർത്ഥത്തിലുള്ള കുറ്റമെന്ന്. അത് നമ്മുടെ സ്റ്റുഡൻസിന് ചിലപ്പോൾ ഒരു പ്രോഗ്രാം ഒക്കെ 1/2 മണിക്കൂർ നീണ്ടു പോയേക്കാം. നിങ്ങളെല്ലാം മാധ്യമങ്ങളിൽ ഫോക്കസ് ചെയ്ത് അതാണ്. പക്ഷെ അത് കഴിഞ്ഞുള്ള സംഭവങ്ങൾ കൂടെ അറിയണം. അവർ ഈ അസഭ്യം പറയുകയും തെറി പറയുകയും ഒരു അധ്യാപകന്റെ കൈ വെച്ച് അധ്യാപകരെ അകത്ത് കയറ്റാതാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. അധ്യാപകർ അകത്ത് കയറ്റാതെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതുകൊണ്ട് അകത്ത് കയറാൻ ശ്രമിച്ച അധ്യാപകന്റെ കൈ വെച്ച് അടച്ച് പോലീസുകാരെ അധ്യാപകരെ പുറത്ത് നിർത്തുകയാണ് ചെയ്തത്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഇതൊന്നും അല്ല പ്രധാനപ്പെട്ട സംഭവം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ഇവരെ ഹാളിൽ നിന്ന് പുറത്തിറക്കി അടച്ച ശേഷം കൃത്യമായും ഇന്ന് നാടക പരിശീലനം ഇനി ഇത്രയും പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിർദ്ദേശിച്ച് 9:45 കൂടിയാണ് ഞാൻ ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകുന്നത്. പക്ഷേ അതിനുശേഷം 10:30 യൂണിയൻ ഓഫീസിൽ നിന്ന് വെട്ടുകത്തിയെടുത്ത്
വന്ന് VMA ഹാൾ എന്ന് പറഞ്ഞ ഹാളിന്റെ പൂട്ട് തല്ലി തകർത്ത് അതിനകത്ത് കയറി രാത്രി മുഴുവൻ നാടക പരിശീലനം എന്ന പേരിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ അതിനകത്ത് ചെലവഴിക്കുകയാണ് ചെയ്തത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ കമ്മിറ്റിയുടെ പ്രധാന അന്വേഷണം ആയുധം കോളേജിൽ സൂക്ഷിക്കുകയും അതെടുത്ത് പൂട്ട് തല്ലി തകർക്കുകയും രാത്രി മുഴുവൻ ആരുടെ അനുവാദമില്ലാതെ പെട്രോളിങ്ങിന് വന്ന് പോലീസ് കണ്ടതാണ് അകത്ത് നിൽക്കുന്നത്. ഞാൻ വിളിച്ചു പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ രാത്രിയിൽ അകത്ത് പൂട്ടിയ കോളിൽ കയറിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ യഥാർത്ഥത്തിൽ എൻക്വയറിയിലൂടെ അന്വേഷിച്ച് കണ്ടെത്തിയത് അവർ ആ പ്രവൃത്തി ചെയ്തതാണ്. അതാണ് അവർക്ക് നിർബന്ധിത TC കൊടുക്കാനുള്ള കാരണം എല്ലാവരും പറഞ്ഞ പോലെ അരമണിക്കൂർ സമയം പരിപാടി നീണ്ടതല്ല. ഈ ആയുധം ഉപയോഗിച്ച് ഹോള് തുറന്നകത്ത് കിടന്ന് രാത്രി മുഴുവൻ അവിടെ ചെലവഴിച്ചതാണ്. നാടക പരിശീലനത്തിനെന്ന പേരിൽ ചെലവഴിച്ചതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ ഒരു അച്ചടക്ക ലംഘനമായി ഞങ്ങൾ കരുതുന്നു. നാടക പരിശീലനം ചെയ്ത കുട്ടികൾ പിന്നീട് അവർക്ക് പുറത്ത് പരിശീലനത്തിന് പോയിട്ട് അവർക്ക് അതിന് അല്ല നേതൃത്വം കൊടുത്ത നമ്മള് സസ്പെൻഷൻ ചെയ്ത വിദ്യാർത്ഥികൾ ആ നാടക റിഹേഴ്സൽ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അത് ജയകൃഷ്ണനായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്. ദിലു പാക്ഷയാണ് വെട്ടുകത്തി വെച്ച് പൊളിച്ചതെന്ന്. CCTV ദൃശ്യങ്ങളില്ല, പക്ഷെ കോളേജിന്റെ ഗേറ്റിൽ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി സ്റ്റേറ്റ്മെന്റ് എൻക്വയറിക്ക് മുമ്പിൽ ഓഫീസറും ചുമതലയുള്ള ഓഫീസറും കണ്ടിട്ടുണ്ട്.